സഹോദരിമാരെ, നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. നിങ്ങൾക്ക് മാതൃകയാക്കാൻ മഞ്ജു വാര്യരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നടിമാരല്ല, ഏതെങ്കിലും മോഡലുകളല്ല. നിനക്ക് പഠിക്കാൻ ഒരു മോഡലിന് ഞാൻ പറഞ്ഞു തരാ. നീ വളർന്നാൽ, നീ നന്നായാല് അല്ല നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയോ? ഒരുപാട് മഹദിമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. നഫീസത്തുൽ മിസ്രിയ, മൈമൂനത്തുൽ മിസ്രിയ, ദിന്നൂറുൽ മിസ്രിയ. അല്ലാഹുവേ, എത്രയോ മഹദിമാർ, ഇവരുടെ ചരിത്രങ്ങൾ നീ കേട്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ മുത്തുനബി പറയുകയാണ്, ദഖൽതുൽ ജന്ന ഫസമിഅതു ഖശഫതൻ ഫഖുൽതു മൻ ഹൗലാഇ ഹാദിഹി റുമൈസ. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ, ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. പ്രവാചകനാണ് സ്വർഗ്ഗം തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനകത്തേക്ക് കടന്നപ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ആരാ തമ്പുരാന്, സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ പെണ്ണാരാട്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഫഖുൽതു മൻ ഹൗലാ. ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസ. അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാണ് റുമൈസ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ, ഇവർക്ക് ഈ മഹത്വം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗം തുറന്ന് അകത്ത് കടന്നപ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ പ്രവാചകനെക്കാളും മുമ്പ് സ്വർഗ്ഗത്തിലേക്ക് ഓടിക്കേറിയ ഈ പെണ്ണാരാ? ഉമ്മു സുലൈമിന് ഇത് കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? മുടിക്കോടുള്ള പെണ്ണന്മാരെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവിടെ നിന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മാലിക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്ന, ഉമ്മു സുലൈം, നിനക്ക് എന്നെ വേണോ? ഇസ്ലാം മതം വേണോ? പുതിയ മതം വേണോ? എന്നെ വേണോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അനസ് എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളൊന്ന് പറഞ്ഞു, എനിക്ക് രണ്ടും വേണം. എനിക്ക് അല്ലാഹുവിനെയും വേണം, അല്ലാഹുവിന്റെ ദീനും എനിക്ക് വേണം, ഭർത്താവായ നിങ്ങളെയും എനിക്ക് വേണം. അവിടെന്ന് മാലിക് പറഞ്ഞു, ഉമ്മു സുലൈം, ഏതെങ്കിലും ഒന്ന് നീ തീരുമാനിക്ക്. എന്നെ വേണോ? പുതിയ മതം വേണോ? എന്നെ വേണോ? പുതിയ മതം വേണോ? ഉമ്മു സുലൈമിന് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. തന്റെ ചെറിയ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മതമാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവാണ് വേണ്ടത്, എനിക്ക് ഇസ്ലാം മതമാണ് വേണ്ടത്. ഉമ്മു സുലൈം അവിടെ നിന്ന് പറയുമ്പോ മാലിക് എന്ന ഭർത്താവ് അതാ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാ. സ്വന്തം ഭർത്താവ് മുസ്ലിമായതിന്റെ പേരില് തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് കരയുകയാ. ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ കണ്ടവന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന കാലവാ. അവൾക്ക് എന്ത് ദീന്, എന്ത് പ്രവാചകന്, എന്ത് ഖുർആന്, എന്ത് മരണം, എന്ത് ഖബറ്, എന്ത് പരലോകം, എന്ത് സ്വർഗ്ഗം. അല്ലാഹുവേ, കണ്ടവന്റെ കൂടെ മതം പോലും മറന്നിട്ടിറങ്ങി പോകുന്ന പെണ്ണുങ്ങള്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി
പോവുകയാണ്. തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. റബ്ബേ, അവസാനം തന്റെ പൊന്നുമകനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ ഹിജ്റ ചെയ്ത് തന്റെ നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും മുത്തുനബിയെ കാണാൻ പോവുകയാണ്. വലിയ വലിയ സമ്മാന പൊതികളുമായിട്ടാണ് കടന്നു പോകുന്നത്. ഉമ്മു സുലൈമിനാണെങ്കിൽ കൊടുക്കാനൊന്നുമില്ല. മുത്തുനബി ഇതുവരെ ജീവനോടെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു. അല്ലാഹുവേ, എല്ലാവരും സമ്മാന പൊതിയുമായിട്ട് പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോകുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തിൽ നിന്ന് കരയുകയാണ്. മുത്തുനബിക്ക് കൊടുക്കാൻ സമ്മാനമില്ല. അവസാനം വീടിന്റെ അകത്തിരുന്ന് കരയുന്ന ഉമ്മയുടെ ചാരത്തേക്ക് അനസ് എന്ന് പറയുന്ന പൊന്നുമകന് കടന്നു ചെല്ലുമ്പോ അവസാനം തന്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോനെ കുളിച്ചൊരുപ്പി, തന്റെ പൊന്നാരമോനെ കുളിച്ചു ഒരുക്കി, എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നുപോയി. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും അങ്ങയുടെ കയ്യിലെ സമ്മാന പൊതി തരുന്നു നബിയേ. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. എന്റെ ഭർത്താവെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാട്. എന്റെ കയ്യിൽ തരാൻ വിലപിടിപ്പുള്ള ഒന്നുമില്ല നബിയേ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ് നബിയേ. അത് കഴിഞ്ഞാൽ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ പൊന്നുമോൻ അനസിനെയാണ് നബിയേ. 9 വയസ്സുള്ള പൊന്നുമോൻ അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ, ആ പൊന്നുമകനെയാണ് എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ. അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ സ്നേഹിക്കുന്നത് എന്റെ പൊന്നുമോനെയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് അനസ് എന്ന് പറയുന്ന തന്റെ ചെറിയ മകന്, ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള മകന് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയേ, ഇവനെ എടുത്തോ നബിയേ, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാ, അങ്ങക്ക് വെള്ളമെടുത്തു തരാ, അങ്ങക്ക് ചെരുപ്പെടുത്തു തരാ, എന്റെ പൊന്നുമോനെ സമ്മാനമായിട്ടെടുത്തോ നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര പോര് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. എന്നിട്ട് അനസ് എന്ന് പറയുന്ന പൊന്നുമോന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മു സുലൈം പറഞ്ഞു, മകനെ അനസ്, മാനം മറക്കല്ലേടാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഉമ്മാനെ കാണുമ്പോ മറന്നു പോകല്ലേ. ഈ ഉമ്മാനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ വിട്ടുകൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുടിക്കോടുള്ള ഉമ്മമാര്, ആ ഉമ്മു സുലൈം കിടക്കുന്ന സ്വർഗവാദി ചോദിക്കുന്നത്, ആ സ്വർഗം നിനക്ക് ചോദിക്കാ, ആ സ്വർഗത്തിലൊന്ന് കിടക്കാ, ആ സ്വർഗമൊന്ന് കാണാ, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമല്ലോ, അതൊന്ന് ശ്വസിക്കാനെങ്കിലും നിനക്ക് യോഗ്യതയുണ്ടോ പെങ്ങള്? ചിന്തിക്കും ഉമ്മമാര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങള് അതെത്ര വലിയ പാവമാകട്ടെ, എത്ര വലിയ കൊടും പാപം ചെയ്താൽ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരുമല്ലോ. ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്.
ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്. നീ കള്ളു കുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, നീ നിസ്കരിക്കാത്തവനാണോ, നീ പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവനാണോ, വാപ്പാനെ ചതിച്ചവനാണോ, ഭർത്താവിനെ വഞ്ചിച്ചവളാണോ, അല്ലാഹുവേ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിനക്കൊന്ന് കരയാൻ കഴിയോ, നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിയോ? എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ. സ്വന്തം പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ല പുറത്തു കൊടുത്തല്ലോ. കബറിൽ കിടന്ന മയ്യത്തിന് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എന്തേ 100 കൊല ചെയ്തവൻ അല്ല പുറത്തു കൊടുത്തല്ലോ. പിന്നെ എന്തേ ചെറുപ്പക്കാരോ, പിന്നെ എന്തേ പെങ്ങള്? അതുകൊണ്ട് സർവ്വതും ഇവിടെ ഇരുന്ന് കരഞ്ഞ് കഴുകിക്കോ. അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തോ. എങ്ങനെ പറയണമെന്നറിയോ? വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ വിളിച്ചു കൂവിയാ പോരാ, വെറുതെ കരഞ്ഞാ പോരാ. പറയുമ്പോ എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. ഓരോന്നും എണ്ണിപ്പറ. ചെയ്തു പോയ പാവങ്ങൾ ഓരോന്നും അല്ലാഹുവിന്റെ മുന്നിലേറ്റു പറ. പടച്ചവനെ, നിന്നെക്കാലും പൊറുക്കുന്ന ആരുമില്ല തമ്പുരാനെ. എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവരാണല്ലോ അല്ലാ. അതുകൊണ്ട് റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തുതാ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ മുന്നിലേറ്റു പറഞ്ഞിട്ട് പൊക്കോ. ഇന്ന് രാത്രി നീ മരിച്ചാൽ, തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിൽ നീ മരിച്ചാൽ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് മരിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേൽക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേറ്റ് മുന്നിലേക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് വാ മനുഷ്യന്മാരെ, കസേരയൊക്കെ കളഞ്ഞിട്ട് വാ. ഇനി സ്വന്തം നോക്ക്. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് മനസ്സിലാവും. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക്. പുറത്തു നിൽക്കണ ചങ്ങായിമാരെ, സമയമായി 12 മണിയായി. കറക്റ്റ് സമയം. ദുആയ്ക്ക് ഇജാബത്താവാ. പെട്ടെന്ന് കയറിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് എല്ലാവരും അകത്ത്. വാ വാ വാ. ഇങ്ങോട്ട് ഒന്നുമില്ല, അകലൊന്നുമില്ല. ഒന്നിവാ. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ. ഇവിടെ ഫരീഖും ഫിൽ ജന്നേ ഉള്ളൂ. വാ, അടുത്തുനിന്ന് 2 ഗ്രൂപ്പില്ല, ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലാവും. എല്ലാം വാ. മഴയൊന്നുമില്ല. മഴയൊക്കെ പോയി. ചുമ്മാതെ പറയണം വെള്ളം വീഴുന്നു. എവിടെ വീഴാൻ? വാ, ഇങ്ങോട്ട് വാ മനുഷ്യന്മാരെ. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് വാ. കൈകെട്ടി നിൽക്കണ്ട. സംഘാടകർ ഉൾപ്പെടെ എല്ലാം സ്വർഗത്തിൽ കയറും. വാ, ആദ്യം നിന്റെ കാര്യം നോക്ക്, പിന്നെ നാട്ടുകാരുടെ കാര്യം നോക്ക്. ആദ്യം നീ സ്വർഗത്തിൽ പോവാ. ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാഹ്. വാ, പെട്ടെന്ന് വാ. പെട്ടെന്ന് വാ. അതൊന്നും നിൽക്കണ്ട. വാ, മഴയൊന്നുമില്ല. ഇഷ്ടം പോലെ പ്രമാണിമാരില്ലെങ്കിലും പ്രാണി ഒരുപാടുണ്ട്. പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് വാ വാ വാ. ചങ്ങായിമാരെ എല്ലാം എന്തിപ്പാ അവിടെ റോഡിൽ നിൽക്കണവരും മക്കളെ കയ്യും കെട്ടിക്കണ ചങ്ങായി. അപ്പൊ സ്വർഗത്തിൽ കയറി, ഇല്ലെങ്കിൽ പോ. ഒന്നീ സ്വർഗത്തിൽ കയറി, അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോ. പെണ്ണുമ്പിള്ളെ മക്കളുടെങ്കിലും പോ. അതെങ്കിലും കിട്ടട്ടെ. കാരണം ഇങ്ങനെ ഒരു സദസ്സ് കണ്ടിട്ട് കയറി ഇരുന്നില്ലെങ്കിൽ അത് ഇതിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അഹങ്കാരം. ഞാൻ കയറൂല്ല. അഹങ്കരിച്ചവന്മാര് മുഴുവനും നശിച്ചിട്ടേ ഉള്ളൂ. വെറുതെ എന്തിനാ 8ന്റെ പണി ചോദിച്ചോ അങ്ങനെ. ഒന്നീ കയറി. കൈയൊടിഞ്ഞ ഞങ്ങാതി വരെയൊക്കെ വരുന്നുണ്ട്. കയറിക്ക്, എല്ലാം കയറിക്കാം.
എല്ലാരും കയറും, വാ അങ്ങോട്ട് അടുത്ത് വാ. ചങ്ങ ആ കുട്ടികളൊക്കെ നിങ്ങൾ കയറി, നിങ്ങൾ അവരൊക്കെ പൊക്കോളും, പോണ്ടവരൊക്കെ അവരെ പരിപാടി, നിങ്ങളെല്ലാം കയറി ഇൻഷാ അല്ലാഹ്. 3 സ്വലാത്ത് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സമയം 12 മണിയായി. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും അൻവരിസ്ത വിളിക്കുമായിരിക്കില്ലേപ്പാ. ഇൻഷാ അല്ലാഹ് അവ ബാക്കി പറയാം. അല്ലാഹു ആയിസ നൽകുമാറാകട്ടെ. എല്ലാരും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? പറ, എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? ഹജ്ജും ഉംറയും ചെയ്യുവോ? വിലയില്ലാതായി ഉറക്കപ്പറ ചെയ്തിട്ട് ഉറങ്ങുമോ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ഇന്നത്തെ രാത്രി മുതൽ ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണ്ട, എനിക്ക് വേണ്ട. ഫാൻ അടിച്ചുകൊണ്ടാണ് തൊണ്ട അടച്ചത്. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? പറഞ്ഞങ്ങായി മരിച്ചു. നിങ്ങൾ തീരുമാനിക്കും, കേട്ടിട്ട് തീരുമാനിക്കും, വേണോ വേണ്ടയോ. എല്ലാരും നിൽക്കല്ലേ? ആരെങ്കിലും ഇരിക്കുന്നവരുണ്ടോ? എഴുന്നേറ്റേപ്പാ. ബൈക്കിൽ 3-4 കാക്കാമാരിയ്ക്കുന്നു. എഴുന്നേറ്റ്, സംഘാടകരാണ്. എല്ലാരും എഴുന്നേറ്റോ, എഴുന്നേറ്റോ. ആരും ഇരിക്കണ്ട, എല്ലാരും എഴുന്നേക്കും. എല്ലാരും ഇൻഷാ അല്ലാഹ്. കാരണം അല്ലാഹ് ആരാ? നമ്മുടെ യജമാനൻ. നമ്മളാരാ? അടിമ. അടിമ യജമാനന്റെ മുന്നിൽ നിൽക്കണോ ഇരിക്കണോ? പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് സാറേ ആരെ ഏതോ ഒരുത്തനെ പോലീസുകാരെ കാണുമ്പോൾ എന്തൊരു ബഹുമാനം എന്നറിയോ? അല്ലാഹ് വരുന്ന പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ആ താഴ്മയൊക്കെ കാണണം. നട്ടല്ലു വളച്ച എടാ, അവന് നിന്നെ പോലെ ഒരു സാധു. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് പോയി എത്ര വളയുന്നു. അള്ളാടെ മുന്നിൽ അള്ളാഹു യജമാനൻ, നീ ആര്? റബ്ബിന്റെ അടിമ. യജമാനന്റെ മുന്നിൽ അടിമ തെണ്ടാ നിൽക്കണം. അപ്പോഴേ അള്ളാഹ് കരുണ കാണിക്കൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ 4 കാര്യം ചെയ്തിട്ടേ ഉറങ്ങാവൂ. ഒന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തോതിട്ട് ഉറങ്ങാന്? എന്ത് ഓതിട്ട് ഉറങ്ങണം? ഖുർആൻ മുഴുവൻ ഒരു പ്രാവശ്യം ഓതിയിട്ട് വേണം ഇന്ന് മുതൽ കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? അപ്പൊ ഉറങ്ങണ്ടല്ലേ? അല്ലേ? അതന്നെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ തന്നെയാണ് നിന്നത്. അപ്പൊ ചോദിച്ചു, നബി ഉറങ്ങൊന്നും വേണ്ടേ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ നിനക്ക് ഖുർആൻ ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെ സൂറത്ത്? അവസാനത്തെ 112, 113, 114. ഈ 3 സൂറത്തുകൾ ഓതിയിട്ട് വേണം ഇന്നത്തെ രാത്രി മുതൽ ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ഓതിയാൽ ഖുർആൻ മുഴുവൻ, ആ സൂറത്ത് നിസ്സാരമൊന്നുമല്ല. ആ സൂറത്ത് നിസ്സാരമല്ല. കുൽഹുവല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് കളയണതാണ്. പക്ഷെ ഒരിക്കലും സിമ്പിൾ ആയിട്ടുള്ളതല്ല. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പരിപൂർണമായിട്ട് 10 പ്രാവശ്യം ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര പ്രാവശ്യം ഓതിയ? എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം ഓതിയ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കിട്ടും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഇവിടുന്ന് വീടെത്തുന്നതിന് മുമ്പ് എല്ലാരും 10 പ്രാവശ്യം ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീട് പണി തുടങ്ങല്ലേ? പറ, തുടങ്ങല്ലേ? എവിടെ? അപ്പൊ ഇവിടത്തെ വീടിന്റെ പ്രമാണം ആമിനാത്താക്കി കൊടുത്തേരെ, മക്കൾക്ക് കൊടുത്തേരെ. ഇത് നമുക്ക് വേണ്ട. നമുക്ക് സ്വർഗത്തിൽ വീട് പണിയണം. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ കിടന്നിറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു ഖത്തം 3 സൂറത്ത് ഓതണം. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, എന്നിട്ട് ഈ 3 സൂറത്ത് ഓതി ഖത്തം തീർക്കരുത് കേട്ടാ. അത് വേറെ. അവിടെ ഖുർആൻ പുറത്ത് തന്നെ ഓതണം. ഇത് ഈ സമയം. 2, ലോക എല്ലാ പ്രവാചകന്മാരോടും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
എല്ലാ പ്രവാചകന്മാരോടും നബിമാരോട് പറയണം എനിക്ക് ശഫാഅത്ത് ചെയ്യണം, എനിക്ക് ശഫാഅത്ത് ചെയ്യണം. ആയിഷ ബീവി ചോദിച്ചു, നബിയെ എല്ലാവരും എങ്ങനെ, ഞങ്ങളെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? അപ്പൊ പറഞ്ഞു, ഒരു 10 സ്വലാത്ത് നബിയുടെ മാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ പുറത്തുപോഴും കാമുകന്റെ കൂടെ പോയി മരിച്ചാൽ മാത്രമല്ല നരകത്തിൽ പോണേട്ടാ. കാമുകന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണിപ്പൻ മാത്രമല്ല നരകം. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയ പെണ്ണു ആ പോക്ക് ഒടുക്കത്തെ പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെപ്പാ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാടെ നെറ്റിത്തടത്തിൽ നാളെ പെണ്ണുങ്ങളൊക്കെ അനുവാദം ചോദിച്ചിട്ട് പോയിട്ടൊരു ഉമ്മ കൊടുക്കണം. ആ ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താ മരിച്ചു കിടക്കുമ്പോ ഈ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാനെ ചുംബിച്ച മക്കളെ, നിന്റെ ചുണ്ടിൽ എന്തുണ്ടാകും? മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്തിട്ട് പിരിഞ്ഞ നിങ്ങൾ ആരെങ്കിലും നാളെ സുബഹിക്ക് മുമ്പ് മരിച്ചുപോയാൽ നിന്റെ ജനാസ പള്ളിക്കാട്ടി കൊണ്ടുപോകുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹാഫിളിന്റെയും ആലിമിന്റെ പ്രതിഫലമൊന്നുമല്ല, ജീവിതത്തിൽ ചെയ്ത കാലികമായിട്ട് രക്ഷപ്പെടാം. അങ്ങനെ ഒരു മാസത്തിൽ 2 ഇഞ്ചക്ഷൻ അമേരിക്കയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് ഉമ്മായിക്ക് ഇഞ്ചക്ഷൻ വെക്കും. ഒരു മാസം 10-14 ലക്ഷം രൂപ മരുന്നിന് മാത്രം. എന്റെ പ്രിയമുള്ളവരെ, ആ മരുന്നിന്റെ നിയമത്തിൽ പറയുന്നുണ്ട് 6 മരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് മരുന്ന് തരും. 6 ലക്ഷം രൂപയുടെ മരുന്ന് 6 മരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ 6 എണ്ണം എത്തത്തില്ല, അതിന് മുമ്പ് തന്നെ തീരുമെന്നുണ്ട്. അപ്പൊ കമ്പനി ഓഫർ വെച്ചിരിക്കുന്നത് 6 കഴിഞ്ഞാൽ പിന്നെയും തരുന്ന. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മായിക്ക് ഇപ്പം ആ അസുഖം വന്നിട്ട് മരുന്ന് വെക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഇപ്പൊ വീടിന്റെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. കമ്പനി ഇപ്പൊ 6 ലക്ഷത്തിന്റെ മരുന്ന് ഫ്രീ ആയിട്ടാ കൊടുക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മ വീട്ടിൽ വന്നിട്ട് എന്റെ വീടിന്റെ മുന്നിലെ പള്ളിയിലെ മോദി സാഹിബിനോട് പറഞ്ഞു, എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വന്ന് മജ്‌ലിസിന് ഓതണം. എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് മജ്‌ലിസിന് ഓതണം. ഒരു ദിവസം പോലും മുടങ്ങുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ മകൻ പറഞ്ഞു, ഉസ്താദന്മാരുടെ ദുആയും ഈ മജ്‌ലിസിൻ നൂറിന്റെ ബറക്കത്തുവാ. അല്ലാഹു ആ ഉമ്മയ്ക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നാളെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് മരണപ്പെട്ടു പോയ വാപ്പയുടെയും വല്യമ്മയുടെയും പേരിൽ ദുആ ചെയ്യാൻ 12,100 രൂപ. അതുപോലെ തന്നെ മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ ഒരു അനുഭാവി ഒരു സദക്ക മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ. ഹലാലായ എല്ലാവരും അതിനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇന്നലെ മരണപ്പെട്ടു പോയ ഉപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ഖബറുടെ വിശാലമാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ്, എനിക്ക് അറിയാലോ കുറെ നീളവും പ്രായവും ഉണ്ടെന്നേ ഉള്ളൂ. എന്നെക്കാളും അറിവുള്ളവരും പ്രായമുള്ളവരൊക്കെ നിങ്ങൾ. പ്രസംഗിക്കാനൊന്നും അറിയാത്തൊരു മുതഅല്ലിമാണ്. മൈക്ക് കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും. ഈ നാവീന്ന് വീണു പോകുന്നതാണല്ലോ. അപ്പൊ എനിക്കറിയാം, ചിലപ്പോ ചെറുപ്പക്കാരനും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, എടി പൊടിന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. കേട്ടാ, അറിഞ്ഞോണ്ടല്ലോ എന്റെ മോന്റെ പ്രായമല്ലേ ഉള്ളൂ. ആരും മനസ്സിൽ വെക്കരുത്. അള്ളാഹു പുറത്തൊരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരാണ്, ആരെങ്കിലൊക്കെ വരാൻ. എനിക്ക് കമ്മീഷനോ മറ്റുള്ള കാര്യമൊന്നുമില്ല. ആരെങ്കിലും വന്ന പുണ്യമാസമാണല്ലോ, ഒരുമിച്ച് പോയി നമുക്ക് ഉംറ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ 60ാമത് വാർഷികം ഇൻഷാ അല്ലാഹ് ഡിസംബർ 27, 28, 29 തീയതികളിൽ ഈ പ്രാവശ്യം കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിൽ 90ാമത് വാർഷികം വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഞങ്ങളുടെ ജില്ലയിലാണ് 10-40ഓളം ഏക്കർ വസ്തുവൊക്കെ ഇപ്പോഴേ എടുത്ത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. സന്തോഷത്തോടെ അത് കൊടുത്തു. വേണ്ടവരൊക്കെ വാങ്ങിച്ചു ഇൻഷാ അല്ലാഹ്. എല്ലാ 2-3 പിള്ളേർ ചെറുപ്പക്കാർ പേരൊന്നും വേണ്ട, പഴക്കെ കൊണ്ടുതരും. 101 കൊണ്ട് വേണ്ടവരുടെ കയ്യിലൊക്കെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. പൈസ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മുർ റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല റബ്ബേ. അല്ലാ നീ ഞങ്ങളുടെ യജമാനനും ഞങ്ങൾ നിന്റെ അടിമകളുമാണ് തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മുന്നിൽ യാചിക്കാമെന്ന യാചകന്മാരാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് പണവോ അധികാരവോ സ്ഥാനമാനങ്ങളോ ഒന്നും വേണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവികളാണ് റബ്ബേ. എത്ര പാപം ചെയ്താലും നീ പുറത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനെ. അല്ലാഹുവേ നന്നാവാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാണ്, ഒരവസരം കൂടെ തന്നുകൂടെ അല്ലാ, ഒരവസരം കൂടെ താ റഹ്മാനെ. അല്ലാഹുവേ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചാ നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. മരിച്ചുപോയ ഉപ്പാനെയും ഉമ്മാനെയും ഇതുവരെ ഒന്ന് സ്വപ്നം കാണാത്ത ഒരുപാട് മക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ ചിരിക്കുന്ന മുഖം കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉപ്പായിക്കും ഉമ്മായിക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവരെ വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മാടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് തമ്പുരാനെ. രോഗം തരുന്നവൻ നീയാണല്ലോ അല്ലാ. അത് മാറ്റാൻ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ കിടന്ന ഞങ്ങളുടെ ഭാര്യ നോക്കി നോക്കി മടുത്തു മരിച്ചാ മതി എന്ന് ആഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കള് വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ 12 മണി വരെ സദസ്സിൽ ഇരുന്ന എന്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാണ്. ഇനിയും നീ വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. പടച്ചവനെ ആ സഹോദരങ്ങൾ അല്ലാഹുവേ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ലത്തീഫിന്റെ ഉപ്പ പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ആ ചെറുപ്പക്കാർക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ക്യാമറയുടെ പ്രവർത്തകൻ ഫൈസലിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു അവന്റെ ദഅവത്ത് സ്വീകരിക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മാസങ്ങളായി രാപ്പകലുകൾ കടന്ന
കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ അല്ലാ. ആര് മറന്നാലും നീ മറക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എനിക്കിതുപോലെ ഒരു നല്ല മകനെ കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന സുലൈമാനിക്ക് തന്റെ പൊന്നുമോനെ ഹാഫിലാക്കണേ അല്ലാ. തന്റെ മക്കള് പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ പടച്ചവനെ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, റഹീം എന്ന പൊന്നുമോൻ, അല്ലാഹുവേ, ആ സഹോദരന്റെ പൊന്നുമോന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്നു പ്രയാസപ്പെടുന്ന 7 വയസ്സുകാരനോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ഷഫീഖ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, സുൽഫി എന്ന കൂട്ടുകാരനെ അനുഗ്രഹിക്കണേ റഹ്മാനെ. സൈനു എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, അൻവരി ഉസ്താദ് റബ്ബേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ദുആ ചെയ്യാൻ പറഞ്ഞു ശിഫ കൊടുക്കു റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്, നീ കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഈ തേൻ ആരെല്ലാം വാങ്ങുന്നു റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. വെട്ടിക്കീറല്ലേ അല്ലാ. വെട്ടിക്കീറല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ തീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഒരവസ്ഥ തരല്ലേ പടച്ചവരെ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കുവോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ഇത്രയും നേരം ഈ സദസ്സിൽ നിന്നതിന്റെ പേരിലെങ്കിലും ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാ. മഹ്ശറയിൽ നിർത്തി ഉരുക്കല്ലേ തമ്പുരാരെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട വാപ്പ ഖബറിലാണ്, നീ ആ സാധുവിനോട് കരുണ കാണിക്കണേ അല്ലാ. എന്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ ഭാര്യയുടെ ഉപ്പാന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. എന്റെ ഭാര്യയെ നീ ഒരു സാലിഹത്താക്കണേ അല്ലാ. എന്റെ 2 മക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, ഒരു ഇബാദത്തിന് തടസ്സം വരുത്തുന്ന ഒരു രോഗവും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ കാവല് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ.
ഇത് ഞങ്ങളുടെ തൗബയാണ് പടച്ചവനെ. അല്ലാഹുവേ, ഹാഫിളീങ്ങളുണ്ട് റഹ്മാനെ, ആലിമീങ്ങളുണ്ട് റഹ്മാനെ, ഹജ്ജ് ചെയ്തവരുണ്ട് റഹ്മാനെ, ഉംറ ചെയ്തവരുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ, കുട്ടികളുണ്ട് റഹ്മാനെ, രോഗികളുണ്ട് റഹ്മാനെ, അല്ലാഹുവേ മുതഅല്ലിമീങ്ങളുണ്ട് റഹ്മാനെ, സദഖ ചെയ്ത സദസാ അല്ലാ, ദുനിയാവിലെ സ്വർഗമാ അല്ലാ, 40 പേരിൽ കൂടുതലുണ്ട് റബ്ബേ. ആരുടെയെങ്കിലും ആമീനിനെ സ്വീകരിക്കണേ അല്ലാ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ.